ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗൗതമൻ. എല്ലാവർക്കും ചാനൽ 13.8 സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഹനുമാനെ കുറിച്ചാണ്. സംസ്കൃതത്തിൽ ഹനു എന്ന് പറഞ്ഞാൽ താടിയല്ല്, മാൻ എന്ന് പറഞ്ഞാൽ വികൃതമായ. അപ്പോൾ ഹനുമാൻ എന്ന് പറഞ്ഞാൽ വൺ ഹൂ വിത്ത് ഡിസ്ഫെയർഡ് ജോ, അതായത് വികൃതമായ താടിയലോട് കൂടിയവൻ, ഡിസ്ഫെയർഡ് ആയിട്ടുള്ള താടിയലോട് കൂടിയവൻ ഹനുമാൻ. ആ വാക്കിന് തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്, ഹനുമാൻ, വികൃതമായ താടിയലോട് കൂടിയവൻ. അപ്പോൾ ഇന്ന് പ്രചാരത്തിലിരിക്കുന്ന രാമായണത്തിന് മുമ്പ് 3 രാമായണങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾക്കറിയാം. അതിലൊന്നും വനത്തിൽ വെച്ച് ഭാര്യയെ തട്ടിക്കൊണ്ട് പോകലോ യുദ്ധമോ ശത്രു നിഗ്രഹമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ രാമായണത്തൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അക്കാലത്ത് മുമ്പുള്ള അറബ് ഈജിപ്ഷ്യൻ കഥകളിൽ ഇത്തരം ധാരാളം എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. കാരണം വായനക്കാർക്ക് ഹീറോയെ കൂടുതൽ ഇഷ്ടപ്പെടണം, അതിനുവേണ്ടി അത്തരം എലമെൻറ്റ്സിലും ധാരാളം അതിനകത്ത് സന്നിവേശിപ്പിക്കുമായിരുന്നു. അപ്പം അങ്ങനെ നായിക കഥാപാത്രങ്ങളോട് വായനക്കാർക്ക് കൂടുതൽ സിമ്പതി, അഫക്ഷൻ ഒക്കെ തോന്നാൻ ഇത്തരം എലമെൻറ്റ്സ് സഹായിക്കുമെന്ന് മനസ്സിലാക്കിയ രാമായണ കർത്താക്കൾ എന്ത് ചെയ്തു? ജൂവിഷ് ബൈബിള്, ജൂത ബൈബിളിലെ ഓൾഡ് ടെസ്റ്റമെൻറ്റിലെ ഉൽപ്പത്തി ചാപ്റ്ററിലെ ഒരു കഥ എടുത്തു. ആ കഥ റാം ആൻഡ് സറ. ആ കഥയിലെ ഹീറോ റാമാണ്, ARAM, റാം. സൈലൻ്റാണ്. സറ അതാണ് ക്യൂൻ. അപ്പം അവരുടെ ഒരു നെഫ്യുണ്ട് ലോത്ത്. അപ്പം ഒരു ശാസ്ത്രയുടെ പേരിൽ ഇവർക്കൊരു വനവാസം ഒരു ശിക്ഷയായിട്ട് കിട്ടുന്നു. അങ്ങനെ ഇവർ വനത്തിലേക്ക് പോവുകയാണ് ഈ 3 പേരും, റാം, സറ, മരുമകനായ ലോത്ത്. അപ്പോൾ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന വലിയ ഈജിപ്ഷ്യൻ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന അവർക്ക് ഈ വനത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം വനത്തിലെ ജീവിതം വളരെ കഷ്ടപ്പാട് നടന്നതാണ്. അങ്ങനെ വനത്തിൽ പോകുന്നു, അസുഖങ്ങൾ പിടിക്കുന്നു, അവിടുത്തെ ചുറ്റുപാടുള്ളവരൊക്കെ വലിയ കൊതുകും അതുപോലെ മലമ്പനിയൊക്കെ പിടിക്കുന്നു, കുത്തുന്നു, മലമ്പനി ഉണ്ടാകുന്നു, അങ്ങനെയുള്ള അസുഖങ്ങളുണ്ടാകുന്നു. ആഹാരം ശരിയല്ല, കിടന്നുറങ്ങുന്ന സ്ഥലമില്ല. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ആ വനത്തിൻ്റെ അതിർത്തി പ്രദേശത്തിന് അപ്പുറത്ത് താമസിക്കുന്ന, വനത്തോട് അടുത്ത് താമസിക്കുന്ന ചില നീഗ്രോ കുടുംബങ്ങളൊക്കെ ഉണ്ട്. ആ നീഗ്രോ കുടുംബത്തിൽ ഒരു നീഗ്രോ, അതിശക്തനായ ഒരു നീഗ്രോ, വളരെ ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഒരു നീഗ്രോ, അദ്ദേഹത്തിൻ്റെ താടി അറിയാം, നീഗ്രോയുടെ അറിയാമല്ലോ, താടിയിലെ സ്ഥലം വികൃതമായതാണ്. അദ്ദേഹം എന്തോ ദയ തോന്നി ഈ കാട്ടിൽ വരികയും ഇവരെ കണ്ടുമുട്ടുകയും അദ്ദേഹം ഇവരെ അസുഖം പിടിച്ച് ഇവരെ തോളിലെടുത്തുകൊണ്ട് പോവുകയും ഈ അവരുടെ നാടൻ മരുന്നൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇവരെ ശുശ്രൂഷിക്കുകയും, അതുപോലെ ആ പോണ വഴിക്ക് ചെറിയ നദിയൊക്കെ ഉണ്ട് ഈ കാട്ടിൽ തന്നെ, അതൊക്കെ അദ്ദേഹം ഇവരെ തോളി വെച്ച് എടുത്ത് ചാടിക്കടക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ അതിനുശേഷം അവരെ മീൻ പിടിക്കാൻ പഠിപ്പിക്കുക, ആഹാര സമ്പാദനം പഠിപ്പിക്കുക, നായാളം പഠിപ്പിക്കുക, അതുപോലെ വലിയ മരത്തെ കായ്കനികളുണ്ടായത് ആ മരം കുലുക്കി കായ്കനികളൊക്കെ താഴെയിട്ട് ഇവർക്ക് എടുക്കാനായിട്ട് സഹായിക്കുക. ഇങ്ങനെ എല്ലാ തരത്തിലും ഇവരെ സഹായിച്ച ഒരു നീഗ്രോ, അതിശക്തമാനായ, ഭയങ്കര ഹൈറ്റും വെയിറ്റും ഒക്കെ അതിശക്തമായ ഒരു നീഗ്രോയെ ഈ ഉൽപ്പത്തി ചാപ്റ്ററിലെ ബൈബിളിൽ വിവരിക്കുന്നുണ്ട്. ആ നീഗ്രോയുടെ സഹായം കൊണ്ടാണ് ഈ റാം ഒരു സറ കാട്ടിലെ ജീവിതം തള്ളി നീക്കിയത്, അല്ലെങ്കിൽ അവർ പണ്ടേ മരിച്ചു പോകുമായിരുന്നു. അപ്പോൾ ഈ നീഗ്രോ സറയെ ഇടയ്ക്ക് പിന്നെ ഒരു ഫറോ എന്ന് പറഞ്ഞ ഒരു ഫറോ തട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ ഫറോ എന്ന് പറഞ്ഞ ഫറോ തട്ടിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് സറയെ തപ്പി പോകുന്നതും അന്വേഷിച്ച് പോകുന്നതൊക്കെ ഈ നീഗ്രോയാണ്. അപ്പം കാട്ടിൽ വെച്ച് ഇവർക്ക് വേണ്ടി സറയ്ക്കും റാമിനും 2 കുട്ടികളുണ്ടാകുന്നു, ഇസ്മയിൽ, ഇഷാക്ക്. അപ്പം വളരെ ഉയരവും വണ്ണവുമുള്ള അതിശക്തനായ ആ നീഗ്രോയുടെ സഹായം കൊണ്ടാണ് ഈ റാമും സറയും കാട്ടിൽ കഴിഞ്ഞു പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഹീബ്രു ബൈബിളിലെ ഉൽപ്പത്തി ചാപ്റ്ററിലെ ഈ കഥ അപ്പാടി എടുത്താണ് ശ്രീരാമൻ്റെയും സീതയുടെയും വനവാസകാലം രാമായണത്തിൽ എഴുതി വെച്ചത്. യാതൊരു സംശയമില്ല, അല്ലെങ്കിൽ അത്തരം ഒരു കഥയ്ക്ക് അവലംബമായിട്ട്. അപ്പം ഹീബ്രു ബൈബിളിലെ, ജൂത ബൈബിളിലെ, ഓൾഡ് ടെസ്റ്റമെൻറ്റിലെ ഉൽപ്പത്തി ചാപ്റ്ററിലെ ഈ സറ ഓർ റാമിൻ്റെ കഥ, ആ കഥയിൽ നിന്നാണ് ഈ വനവാസകാലത്ത്, വനവാസകാലത്തിൽ രാമനും സീതയ്ക്കുണ്ടായ ഈ കഷ്ടപ്പാട്, രാവണൻ അതുപോലെ സീത തട്ടിക്കൊണ്ട് പോകൽ, ഇതെല്ലാം മനസ്സിലാക്കിയത്, അങ്ങനെ എഴുതി വെച്ചത് ഈ കഥയുടെ ഇവിടുന്ന് അടിച്ചെടുത്ത ഭാഗങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നീഗ്രോകളെ അപേക്ഷിച്ച് ഇന്ത്യൻ ചുറ്റുപാടിൽ ഇത്തരം വികൃതമായ താടിയിലുള്ള മനുഷ്യരൊന്നും ഇല്ല, ചുരുക്കം. ഇവിടെ അത്തരം ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ ആ കഥാപാത്രത്തിന് താടിയലിൻ്റെ വിരൂപത അപ്പാടെ സ്വീകരിച്ചു. എന്നാൽ അത്രയും ആൾക്കാർ ഇവിടെ ഇല്ലാതിരുന്നിട്ട് പോലും അപ്പാടെ സ്വീകരിച്ചു. എന്തിനു സ്വീകരിച്ചു? അതായത് വിരൂപൻ എന്ന അർത്ഥത്തിലാണ് ഹനുമാൻ എന്ന പേര് തന്നെ നൽകുകയും ചെയ്തു. വിരൂപൻ, ആ പേര് ഹനുമാൻ എന്ന പേര് തന്നെ ഇപ്പം നമ്മൾ ഹനുമാൻ ദൈവമാണ്, അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ പേരിൻ്റെ അർത്ഥം എന്തുവാണ്? വിരൂപൻ തന്നെയാണ് അർത്ഥം. അതായത് വികൃതമായ താടിയലോട് കൂടിയവൻ വിരൂപനല്ലേ. അപ്പോൾ വിരൂപൻ തന്നെയാണ് ഈ ഹനുമാൻ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ. ആ കാര്യം അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയായിരുന്നു ആ വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ വിരൂപൻ എന്ന പേര് കൊടുത്തിട്ടും പിന്നെ കാട്ടുപ്രദേശത്ത് വസിക്കുന്നവൻ ഹീനന്മാരാണെന്ന്, അത് ഇതുപോലെയുള്ള ആൾക്കാർക്ക് ദാസ്യവേല ചെയ്യണമെന്ന് അറിയിക്കാനാണ്.
അതിനുവേണ്ടിയാണ് അങ്ങനെ കൊടുത്തത്. അത് മാത്രമല്ല, ഹനുമാൻ ഈ നീഗരയ്ക്ക് വാലില്ലായിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന ഹനുമാൻ ഒരു വാലും കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? അത് അൺസിവിലൈസ്ഡ് ആണെന്ന് ആണ്. ഈ മനുഷ്യർ കാട്ടിൽ താമസിക്കുന്ന ആൾക്കാർ അൺസിവിലൈസ്ഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവർ ബ്രാഹ്മണരോടും, രാമനും ബ്രാഹ്മണനായിരുന്നു അല്ലേ, ബ്രാഹ്മണനായിരുന്നു. അപ്പോൾ ബ്രാഹ്മണത്തിൻ്റെ ബ്രാഹ്മണ്യം മാർക്കറ്റ് ചെയ്യുകയായിരുന്നു രാമൻ്റെ ഉദ്ദേശം തന്നെ, അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുകയായിരുന്നു രാമൻ്റെ ഉദ്ദേശം തന്നെ. അങ്ങനെയുള്ള ആളിൻ്റെ ദാസ്യവില ചെയ്യാൻ മാത്രമേ ഇതുപോലെ കാട്ടിലുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള വനവാസികൾക്ക് പറ്റുകയുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അതിന് ഈ വാലൊക്കെ വെച്ച് കൊടുത്തത്. പിന്നെ പറക്കാനുള്ള കഴിവ്, മലയെടുത്ത് പറക്കുന്നതും അതൊക്കെ ശക്തിയുടെ പ്രതീകമായിട്ട് ജനങ്ങൾ കേട്ടറിഞ്ഞു. അപ്പോൾ എന്നാൽ ഈ കഥാപാത്രം 17-ാം നൂറ്റാണ്ട് വരെ വീരപുരുഷൻ പോയിട്ട് ഒന്നുമായിരുന്നില്ല. 17-ാം നൂറ്റാണ്ടിലൊന്നും വരെയൊന്നും ഈ ഹനുമാനെ ദൈവമായിട്ടോ അല്ലെങ്കിൽ വീരപുരുഷനായിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല, ഒരു രാമായണ കഥയിൽ ഒരു കഥാപാത്രമായിരുന്നു, അല്ലെങ്കിൽ ഒരു ശക്തമായ ഒരു മനുഷ്യനായിരുന്നു. മലയൊക്കെ എടുത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ലങ്കയിലേക്ക് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അതൊരു വീരപുരുഷനോ ദൈവമൊന്നുമായിട്ട് ആരും ആരാധിച്ചിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് അത് അങ്ങനെയായത്? 1550 16-ാം നൂറ്റാണ്ടിൽ ഈ രാമായണം എഴുതിയത്. അത് എഴുതി കഴിയുമ്പോഴത്തേക്ക് ഇന്നത്തെ പോലെ പ്രിൻ്റ് മീഡിയ ഒന്നും ഇല്ലായിരുന്നു. അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് അവർ നിയോഗിച്ച ധാരാളം സന്തുക്കളെയാണ്. സന്തുക്കൾ എന്ന് പറഞ്ഞാൽ സന്യാസിമാരെ പോലെ ഇങ്ങനെ ആൾക്കാർ, അവർ ഈ രാമായണ കഥകളെല്ലാം പാടി വഴി കൂടെയൊക്കെ നടക്കും. അത് കേട്ട് ആൾക്കാർ കേൾക്കും. പല പല സ്ഥലത്ത് പോയി നിന്നിട്ട് പകലെല്ലാം ഇതും പാടി നടക്കും, അത് കേൾക്കും. അത് വൈകുന്നേരം ഏതെങ്കിലും മൈതാനത്തിൽ ഇരുന്നുകൊണ്ട് രാമകഥകളും കൃഷ്ണകഥകളും ഒക്കെ ഇങ്ങനെ പറയും. അത് കേൾക്കാൻ ആൾക്കാർ വരും. അപ്പോഴത്തേക്ക് ഇവർക്ക് പറയാനുള്ള ബ്രാഹ്മണ്യം ആ കഥയ്ക്കത്തോടെ ഇവർ എക്സ്ചേഞ്ച് ചെയ്യും. അത് മനുഷ്യ മനസ്സിലേക്ക് കിടക്കും, അവരെ ആരാധിക്കും. അങ്ങനെ മനുഷ്യനെ അടിമകളാക്കുന്ന ഒരു വേലയായിരുന്നു ഈ രാമായണം എഴുതിയതിന് ശേഷം പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഫലപ്രാപ്തി അല്ലെങ്കിൽ ഫലസിദ്ധി പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് മക്കളില്ലെങ്കിൽ നിങ്ങൾക്ക് രാമായണ കഥ ഏതെങ്കിലും ഒരു ദിവ്യൻ്റെ വായിലൂടെ നിങ്ങൾ രാമായണ കഥ കേട്ടാൽ നിങ്ങൾക്ക് കുട്ടികളുണ്ടാകും. നിങ്ങൾക്ക് സ്വത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ധനമില്ലെങ്കിൽ നിങ്ങൾ ഈ കഥ കേട്ടാൽ ധനവാനാകും. അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രു ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശത്രുക്ക് അതിന് ദോഷം സംഭവിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ്, അത് മനുഷ്യ മനസ്സിനെ പെട്ടെന്ന് സ്വാധീനിക്കാൻ പറ്റിയ ദുർബലമായ കാര്യങ്ങൾ പറഞ്ഞ്, സ്വാധീനിക്കാൻ പറ്റിയ കാര്യങ്ങൾ പറഞ്ഞ് അവരെ അവിടെ പിടിച്ചിരുത്തി കേൾപ്പിച്ചാണ് ഈ പുസ്തകങ്ങളും ഈ കഥകളൊക്കെ മനുഷ്യ മനസ്സിൽ അടിച്ചേൽപ്പിച്ചതും അങ്ങനെ ജനങ്ങളെ അടിമകളാക്കിയതും. അപ്പം അങ്ങനെ നടന്ന ധാരാളം സന്തുക്കളുണ്ടായിരുന്നു. സന്ത് നാംദേവ്, ജ്ഞാനേശ്വർ, ഏകനാഥ്, തുക്കാറാം, രാംദാസ്, ഇങ്ങനെയുള്ള ധാരാളം സന്തുക്കൾ. ഇത് എസ്പെഷ്യലി ഈ മിഡിൽ ഇന്ത്യയിൽ, സെൻട്രൽ ഇന്ത്യയിലേക്കാണ് ഇതുപോലെ ഈ സന്യാസിമാരെ കൂടുതൽ ഉപയോഗിച്ച്, അങ്ങനെ പല സ്ഥലത്തും ഇതുപോലെ തന്നെ ഉപയോഗിച്ച് ഈ കഥകളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാണ് ഉണ്ടായത്. അങ്ങനെ 1608 മുതൽ 1681 ജീവിച്ചിരുന്ന ഒരു നാരായണ സൂര്യാജി പന്ത് എന്ന് പറയുന്ന മനുഷ്യനുണ്ടായിരുന്നു. അയാളും സ്വാമിയായി. അയാളാണ് സമർത്ഥ രാംദാസ് സ്വാമി. അദ്ദേഹം പിന്നീട് സമർത്ഥ രാംദാസ് സ്വാമിയായി. അപ്പം പല സ്വാമികൾ, ചില സ്വാമിമാർ ഇത് വർക്കരി, ഓരോ സെക്റ്റുകളാണ്. വിഷ്ണുവിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് അതിനെക്കുറിച്ച് പറയുകയും അതിനെക്കുറിച്ച് കീർത്തനം എഴുതി പാടി ചെറിയ വീണയെല്ലാം കൊണ്ടാണെന്ന് അത് പ്രൊപ്പഗേറ്റ് ചെയ്യും. വിഷ്ണുവിനെക്കുറിച്ച് വൈഷ്ണവ സെക്റ്റ് അങ്ങനെയും. ചില രാമനെക്കുറിച്ച് കീർത്തനം പാടുകയും എഴുതുകയും അതിനെക്കുറിച്ച് പറഞ്ഞും കഥകൾ പറഞ്ഞും ഒക്കെ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ കുടിയേറി അങ്ങനെ അത് പ്രൊപ്പഗേറ്റ് ചെയ്യും. ചില കൃഷ്ണനെക്കുറിച്ച് പറയും. അങ്ങനെ പല ഇതായിരുന്നു. അങ്ങനെ ചിലരങ്ങനെയല്ല. ഇതിന് മുമ്പ് പറയും നിങ്ങൾ വൃത്തിയായിരിക്കണം, എന്നും കുളിക്കണം, വൃത്തിയാകണം, വീടും മുറ്റവും അതുപോലെ വഴികളെല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കണം, നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം, അതുപോലെ തന്നെ എന്നും കുളിക്കണം, അതുപോലെ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞു എന്നും അതുപോലെ ആരാധന നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് മനുഷ്യനെ ഈ ആരാധനയിലും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ വൃത്തിയൊക്കെ എൻ്റെ കൂടെ പറയും. മറ്റേതിൽ അങ്ങനെയല്ല പറയുന്നത്. മറ്റേതിൽ നിങ്ങളുടെ ശരീരം ശുചിയായിട്ട് സൂക്ഷിക്കണം, എക്സർസൈസ് ചെയ്യണം, നല്ല ആരോഗ്യം വേണം, അങ്ങനെ പറഞ്ഞൊരു സ്വാമിയായിരുന്നു ഈ സമർത്ഥ രാംദാസ് സ്വാമി. അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം തന്നെ ഒരു നല്ല ഫയൽവാനായിരുന്നു. അദ്ദേഹം അതുപോലെ പറയുന്നത് നിങ്ങൾ എക്സർസൈസ് ചെയ്യണം, നല്ല ആരോഗ്യം വേണം, അങ്ങനെ പറഞ്ഞ് അതിനെക്കുറിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. അതിൻ്റെ കൂടെയാണ് ഈ കഥകൾ പറയുന്നത്, ഈ ദൈവത്തിൻ്റെ കഥകളും പറയുന്നത്. അപ്പം ഭക്തി, വിശ്വാസം ഇതെല്ലാം സെയിൽ ചെയ്യുന്നു. ഫയൽവാൻ, ആരോഗ്യം, വ്യായാമശാല. പുള്ളി ഒരു വ്യായാമശാല തുടങ്ങിയായിരുന്നു ഈ പൂന പ്രദേശത്ത്. അപ്പോൾ അതിന് മുന്നിൽ തുടങ്ങിയപ്പോഴത്തേക്കും ബുദ്ധിക്ക് ഇന്ന് നമ്മൾ ഈ ജിമ്മിൻ്റെ കാലത്ത് കാണുന്നില്ല, വലിയ ഫോട്ടോ കാണുന്നില്ല, വലിയ മുസൽമാന്മാരുടെയൊക്കെ അല്ലേ റോക്ക് അല്ലെങ്കിൽ
ട്രിപ്പിൾ എച്ച് അവരുടെയൊക്കെ ഫോട്ടോ ഒക്കെ വെച്ച്, അതുപോലെ വലിയ മസിളായിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് വലിയ ജിം ഉണ്ടാക്കുന്നത്. ആ ജിമ്മിലൊക്കെ കാണുമ്പോൾ വലിയ ആൾക്കാരിങ്ങനെ മസിലൊക്കെ പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ കാണും. അപ്പം അന്ന് ഇദ്ദേഹം ഈ രാംദാസ് സ്വാമി തുടങ്ങിയ ഈ ഒരു വ്യായാമശാല തുടങ്ങി. ആ വ്യായാമശാലയുടെ മുമ്പിൽ പുള്ളിക്ക് അന്ന് ഫോട്ടോ ഒന്നും അവൈലബിൾ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ പ്രതിമകൾ ഉണ്ടാക്കുന്ന ഇവ അത്ര ഈസി ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അതിന് ഒരു മാതൃക വേണമായിരുന്നു. അപ്പോൾ അന്നേരമാണ് ഈ രാമായണ കഥയിലെ ഈ ഹനുമാനെക്കുറിച്ച് പുള്ളി ഓർത്തത്. അപ്പോൾ ഹനുമാൻ മലയൊക്കെ ഉയർത്തിക്കൊണ്ട് പോവുകയോ ഒക്കെ ചെയ്യുന്ന നല്ല ശക്തിമാനായ മനുഷ്യനാണ് അദ്ദേഹം. അങ്ങനെ ആരോടൊക്കെ പറഞ്ഞ് പ്രതിമയൊക്കെ ഉണ്ടാക്കുന്നതോട് പറഞ്ഞ് ഈ ഹനുമാൻ്റെ, അപ്പോൾ അന്ന് ഹനുമാനെ കാണിക്കാണ്ട് ഹനുമാൻ്റെ പിക്ചറൊന്നും ഇല്ലല്ലോ. അപ്പം ഈ കഥയിൽ വർണ്ണിച്ചിരിക്കുന്ന രീതിയിൽ ഒരു ഹനുമാനെ വാർത്തെടുത്തു, അല്ലെങ്കിൽ കൊത്തുമണി ചെയ്തുണ്ടാക്കി, അല്ലെ ശിലയിലുണ്ടാക്കി, അല്ലെ മണ്ണുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ഉണ്ടാക്കി പുള്ളിയുടെ വ്യായാമശാലയുടെ അകത്ത് വെച്ചു നല്ല ശക്തനായ നല്ല മസിലൊക്കെയുള്ള, കാലിലും കയ്യിലും നെഞ്ചിലുമൊക്കെ മസിലുള്ള നല്ല ഒരു ഹനുമാനെ ഉണ്ടാക്കി വെച്ചു. അത് കഴിയുമ്പോഴത്തേക്ക് വ്യായാമശാല, അത് കഴിഞ്ഞു ധാരാളം ആൾക്കാരെ വ്യായാമശാല യുവാക്കൾക്ക് വന്നു. അത് കുറച്ചാകുമ്പോഴത്തേക്ക് എല്ലാവരും വ്യായാമശാലയിൽ ഇതിനെ ആരാധിക്കാൻ തുടങ്ങി. അതിനെ ആരാധിച്ചിട്ട് പിന്നെ വ്യായാമം തുടങ്ങുന്നു. അതുപോലെ എന്നും അതിനെ ആരാധിച്ചിട്ട് വ്യായാമം തുടങ്ങുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞു. കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും ഈ വ്യായാമം ചെയ്യാത്ത ആൾക്കാരും വന്ന് ഈ ഹനുമാനെ ആരാധിക്കാൻ തുടങ്ങി. വ്യായാമം ചെയ്യുന്നവരുണ്ട്, അതുകൂടാതെ വ്യായാമം ചെയ്യാത്ത ആൾക്കാരും വന്ന് ഈ ഹനുമാന് മുമ്പ് വെച്ചേക്കുന്ന അല്ലെങ്കിൽ ഈ വ്യായാമശാലയുടെ അകത്ത് കോമ്പൗണ്ടിനകത്ത് വെച്ചേക്കുന്ന ഇതിനെ വന്ന് തൊഴുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഈയിടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴത്തേക്കും പുള്ളിക്ക് മനസ്സിലായി. അപ്പം ഹനുമാൻ ആരായിരുന്നു? ഹനുമാൻ രാംദാസ് സ്വാമിയുടെ വ്യായാമശാലയുടെ ബ്രാൻഡ് അംബാസഡറായിരുന്നു ശരിക്കും. അപ്പോൾ അത് കഴിയുമ്പോൾ പുള്ളിക്ക് മനസ്സിലായി പുതിയ സ്ഥലത്ത് ഇങ്ങനെ വ്യായാമശാല പുള്ളി പൂനെ ഭാഗത്ത് ആ സ്ഥലത്ത് സത്താറ കോലാപൂർ സ്ഥലത്ത് പുള്ളി 11 സ്ഥലത്ത് ഇതുപോലെ വ്യായാമശാല ആരംഭിച്ചു. അപ്പോഴത്തേക്കും പുള്ളിക്ക് മനസ്സിലായി ആദ്യം ഈ ഹനുമാൻ വ്യായാമശാലയുടെ അംബാസഡറായിരുന്നു. അന്ന് വ്യായാമശാല സ്ഥാപിച്ചു, അത് കഴിഞ്ഞ് ഹനുമാനെ സ്ഥാപിച്ചു. അപ്പോൾ ഹനുമാൻ ബ്രാൻഡ് അംബാസഡറായിരുന്നു. അതേപോലെ പുള്ളിക്ക് മനസ്സിലായി ആദ്യം ഹനുമാൻ്റെ അമ്പലം സ്ഥാപിക്കുക, അതിന് അമ്പലം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് വ്യായാമശാല സ്ഥാപിക്കുക എന്ന് പുള്ളിക്ക് മനസ്സിലായി. അങ്ങനെ അപ്പോൾ തിരിഞ്ഞു. അങ്ങനെയുള്ളപ്പോഴത്തെ പുള്ളി എന്ത് ചെയ്തു? 11 സ്ഥലത്ത് ഈയിടെ ഹനുമാൻ്റെ അമ്പലങ്ങളുണ്ടാക്കി പ്രതിമകൾ കൊണ്ട് സ്ഥാപിക്കുകയും അതിനുശേഷം അതിൻ്റെ പിന്നിൽ വ്യായാമശാലയും തുടങ്ങി. അപ്പോൾ ആദ്യം വ്യായാമശാലയായിരുന്നു മുഖ്യം. അതിനുശേഷം അവിടെ ഈ ഹനുമാനെ കൊണ്ട് സ്ഥാപിച്ചു. ഇപ്പം അങ്ങനെയല്ല, ഹനുമാനെ കൊണ്ട് സ്ഥാപിക്കുമ്പോൾ അത് മുഖ്യമായി അതിൻ്റെ പിന്നിൽ അവിടെ എവിടെയെങ്കിലും വ്യായാമശാല തുടങ്ങും. അങ്ങനെ ധാരാളം ആൾക്കാർ വ്യായാമം ചെയ്യാനായിട്ട് വരികയും അങ്ങനെ വ്യായാമം ചെയ്യുന്നവരുടെ പ്രമുഖമായിട്ടും അവരുടെയൊക്കെ ഒരു ആരാധ്യ പുരുഷനും ആയി തീർന്ന ഈ ശക്തിയുടെ പ്രതീകമായിട്ട് മാറി ഈ നമ്മുടെ ഹനുമാൻ. അതുകൂടെ അവരുടെ വീട്ടുകാരുടെയും മറ്റുള്ള പല ആൾക്കാരുടെ ആരാധ്യ പുരുഷനായി മാറി ഈ ശക്തിയുടെ പ്രതീകമായിട്ടുള്ള ഈ ഹനുമാൻ്റെ മൂർത്തി. അങ്ങനെയാണ് ഈ ഹനുമാൻ മൂർത്തി പതുക്കെ ദൈവമായിട്ട് മാറിയത്. അപ്പോൾ അങ്ങനെ 11 സ്ഥലത്ത് ഹനുമാൻ ടെമ്പിൾ തുറന്ന് അവിടെ വ്യായാമം പഠിപ്പിക്കുകയാണുണ്ടായത്. അതിങ്ങനെ ഷാപ്പൂർ, സത്താറ, കോലാപൂർ, കരാട് റീജിയൻ എല്ലാം ആയിട്ടാണ് ഈ 11. അതിനുശേഷം പിന്നെ മറ്റു പലരും ഇതുപോലെ തന്നെ ഹനുമാൻ മൂർത്തി വെച്ച് അമ്പലങ്ങൾ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ രാംദാസ് സ്വാമിയുടെ വ്യായാമശാലയുടെ ബ്രാൻഡ് അംബാസഡറായിരുന്നു ഈ ഹനുമാൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം പിന്നീട് ഹനുമാൻ ക്ഷേത്രത്തിലെ പല ചടങ്ങുകളിൽ ഒന്നായി മാറി വ്യായാമശീലം. പിന്നെ ഹനുമാൻ ക്ഷേത്രമായിട്ട് മാറി. പിന്നെ ഈ പല സ്ഥലങ്ങളും വ്യായാമശാല ഹനുമാൻ ക്ഷേത്രമായി. ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ കൂടെ അതിൻ്റെ ഒരു ഭാഗമായി ഈ വ്യായാമശാല. അപ്പം അങ്ങനെ ബ്രാഹ്മണ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ബ്രാഹ്മണൻ്റെ വ്യായാമശാല ശക്തിയുടെ പ്രത്യേകമായി മാറിയത്. കൂടെ ഹനുമാനെ പൂർണ്ണവും ലണിച്ച് ബ്രാഹ്മണനുമാക്കി. അപ്പോൾ ബ്രാഹ്മൺ ടെസ്റ്റിലായിരുന്നു ബ്രാഹ്മണൻ്റെ വ്യായാമശാല. ഈ രാമദാസ് സ്വാമി ബ്രാഹ്മണനായിരുന്നു. ബ്രാഹ്മണ ടെസ്റ്റാണത് രാമായണം. ബ്രാഹ്മണൻ്റെയാണ് വ്യായാമശാല. ബ്രാഹ്മണരാണ് അതിനെ പ്രതിഷ്ഠിച്ചത്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ ഹനുമാനെ എന്ത് ചെയ്തു? പൂണിലിട്ടു. അപ്പോൾ ഹനുമാനെ പൂണിലിട്ട് ബ്രാഹ്മണനാക്കി. പിന്നെ കഥകൾ, കീർത്തനങ്ങൾ, നാടകങ്ങൾ, സീരിയൽ, ഹനുമാൻ ചാലീസ് എന്ന് വേണ്ട, പിന്നെ ധാരാളം ക്ഷേത്രങ്ങൾ, വടക്കേണ്ടി പല സ്ഥലത്തും ധാരാളം ക്ഷേത്രങ്ങളായി. അപ്പോൾ ഒരു ദൈവം എക്സ്ട്രാ കിട്ടി. അങ്ങനെ ഹനുമാൻ വികൃതനായകൻ, വിരൂപനായകൻ എന്ന പേരിൽ നിന്ന് അത് മറിഞ്ഞ് ഇപ്പോൾ ഹനുമാൻ്റെ അർത്ഥം വിരൂപൻ എന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കത്തില്ല. അങ്ങനെയായിരുന്നു അർത്ഥം. പക്ഷേ ഇങ്ങനെ ഇപ്പം ഹനുമാൻ്റെ അർത്ഥം വിരൂപൻ എന്ന് പറഞ്ഞാൽ നമ്മളെ തല്ലും. ആ നിലയിലായി. അപ്പോൾ വിരൂപനായിരുന്ന ഹനുമാനെ ഇന്ന് ദൈവമാക്കി മാറ്റി. അതാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ 4 നൂറ്റാണ്ട് കൊണ്ട് നമ്മളിങ്ങനെ ഇതാണ് കാണുന്നത്. അപ്പം ഹനുമാനെ പ്രതിഷ്ഠിച്ചത് രാംദാസ് സ്വാമി എന്ന് പറഞ്ഞ ഒരു സന്താണ്. അദ്ദേഹത്തിൻ്റെ വ്യായാമശാലയിലെ ബ്രാൻഡ് അംബാസഡറായിരുന്ന ഈ ഹനുമാൻ അതിനെ പിന്നീട് ക്ഷേത്രങ്ങളിലേക്ക് മാറ്റി ദേവനാക്കി മാറ്റിയെടുത്തതും അവരൊക്കെ തന്നെയാണ്, ബ്രാഹ്മണരാണ്. ഇതാണ് ഈ ഹനുമാൻ്റെ ചരിത്രം.
ഇനി മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം.